ഇത് നമ്മൾ കയറി വന്ന വഴി തന്നെയാണ്. അതുവഴി തിരിച്ച് പോവാം. Where is my friends? Okay. നമ്മളിവിടെ വന്ന് നമ്മുടെ വിജയവാഡക്കാരാ. അരുണിനെയും കിരണിനെയും കാണുന്നില്ല. Oh, it's over, huh? No. It's not over. There are 2 stages are there. Okay, then we have to go back. Yeah. That's near. ആളുകളെല്ലാം തീർന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടങ്ങ് മനസ്സിലാക്കി ആസ്വദിച്ച് പോകണ്ടേ. ഇതുപോലെയൊക്കെ അത്ഭുതങ്ങൾ വേറെ എവിടെ കിട്ടും? അങ്ങനെ തീർന്നാൽ ശരിയാവൂ. വാ, നമ്മുടെ ഗോവിന്ദന്മാർ പോയിട്ടില്ല. അവന്മാർ ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അതാ തിരിച്ചിവിടെ എത്തി. ഇപ്പം ഇതിനകത്തേക്ക് പോകാനായിരുന്നു. അവന്മാർ വേളമാണ്. ചലോ. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഭാഷ വേറെ മനസ്സിലാകുന്നില്ല. ഇവിടെ പൊക്കമാണ് വിഷയം. ഇവിടെ തലമുട്ടയാണ് പോകുന്നത്. രവി വാഹു വോഹു. What is this? ഇവിടുന്ന് പക്ഷെ നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ. അടിപൊളിയായിട്ടാണ് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. ഏകദേശം ഒരു 6 അടി തല വരഞ്ഞാണ് നടക്കുന്നത്. നമ്മുടെ ഇത് കൊള്ളാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭൂമിയുടെ അടിയിലാണെന്നുള്ളൊരു തോന്നലൊന്നും വരത്തില്ല. പോര് ഞാൻ മലയാളിയാ. പോര് ഇങ്ങോട്ടുള്ള നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ്റെ ഗ്യാപ്പിലുള്ള റോഡ് പോലെ. ഇതൊക്കെ വെള്ളമൊഴുകി ഉണ്ടായതെന്ന് ആലോചിക്കുമ്പോഴേ എന്തായാലും മനുഷ്യനുണ്ടാക്കിയൊന്നുമല്ല, പ്രകൃതി. ഇവിടെ ഒരു രക്ഷയില്ല. അടിപൊളി കേട്ടോ. കറക്റ്റ് വീതിയിലാണ് നടന്നു പോകേണ്ടത്. ഈ സ്റ്റെപ്പൊക്കെ പിന്നെ മനുഷ്യരുണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അങ്ങോട്ടന്നെ അത് അടച്ചേക്കും അല്ലേ? അവിടെ ഒരു തൂണ് പോലെ ഉണ്ടല്ലോ. ആയിരിക്കുമല്ലോ അല്ലേ? അവിടെ ഒരു ചെറിയ തണുപ്പുണ്ട്. അയ്യോ, ഇത് കുറച്ച് ഹെവിയാണ്. കാരണം ഇടയിൽ കൂടെ കറക്റ്റ് തലയും കൈയൊക്കെ മുട്ടാതെ വേണം പോകാനായിട്ട്. അയ്യോ,
ഉണ്ടോ? ഈ ഗ്യാപ്പ് ഇവിടെ ഉള്ളൂ. ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ വേണം പോകാൻ. എന്നെ പുള്ളിരാക്ക് പാടാം. ഇതൊക്കെ ഇത് കണ്ടതേ ഇവിടെ പാട് പോലെയൊക്കെ വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട്, കുത്തുകുത്തായിട്ടേ. ഈ പാറകളിൽ നമ്മുടെ പാറകൾ ഇവിടെ നിന്ന് കിഴുത്തുകൾ മുകളിലേക്കുണ്ട്. പല പല കിഴുത്തുകൾ പല ഹോളായിട്ടുണ്ട്. അവിടെ ഇവിടെ നമുക്ക് കയറാൻ വരാം. ഇത് കണ്ട തല ഇടിക്കുന്ന പോലെ തന്നെയാണ് കറക്റ്റ്. ആഹാ, നേരെ വന്ന് ചെറിയൊരു സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ കുറച്ച് എയർ സെറ്റപ്പ് ഉണ്ട്. ആ ഇവിടെ നല്ല എയർ കിട്ടുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ എയർ നിന്നില്ലെങ്കിലേ പണിയാണ്. ഇതുവഴി പോകാൻ കുറച്ച് ഇവിടെ, പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഇതുവഴി അങ്ങോട്ട് വഴിയുണ്ട്, ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. ഇത് കണ്ട് ഇത് ചെറിയ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ കൂടെ വേണം പോകാനായിട്ട്. ഈ വീതിയുള്ളൂ, വീതിയിൽ കൂടെ വേണം വലിയ ഇറങ്ങാനായിട്ട്. തലയിടിക്കരുത്. ഇത്രയും പാടൊന്നുമില്ല കേട്ടോ, സൂക്ഷിച്ച് പോയാൽ. ഇവിടെ വഴി ഇവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 4 അടി പൊക്കത്തിൽ പാറ. അതിൻ്റെ മുകളിൽ ഹോളുണ്ട്, പക്ഷെ നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. നമ്മൾ കുനിഞ്ഞ് വേണം പോകാനായിട്ട്. അപ്പോൾ കുനിഞ്ഞാണ് നടക്കുന്നത്. ഞാനല്ല, എൻ്റെ തല ഇടിക്കും. കുനിഞ്ഞ് ഞാൻ ഓടുക. ഈ പൊക്കം വരെ ഉള്ളൂ പാറ. അതിൻ്റെ മുകളിൽ ഹോളുണ്ട്. നമ്മൾ നേരെ ചെന്ന് എവിടെയോ ചെന്ന് ചാടുവാണ്. ആഹാ, ഇവിടുന്ന് 2 വഴി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അവിടെ നിന്ന് വലത്തോട്ടുള്ള വഴി വരുമ്പോൾ നമുക്കിതാ കാണുന്നത്. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അവിടുന്ന് അങ്ങോട്ടുണ്ട് കേട്ടോ, റോഡുണ്ട്, അല്ല വഴിയുണ്ട്. ഈ വഴി എന്ന് പറഞ്ഞാൽ നല്ല പൊക്കമുള്ള വഴി. ഒരു 10-12 അടി പൊക്കത്തിൽ നമുക്ക് ഇതുപോലെ ഓട പോലെയാണ്. ആ ഓടയ്ക്കകത്തോടെ നമ്മൾ നടക്കുന്ന ഫീലാണ്. നേരെ ഇവിടെ വന്നു. നീച്ച ശിവലിംഗം. അപ്പോൾ താഴെ ശിവലിംഗം ഉണ്ട്, അത് കാണാനായിട്ട് പോവാണ്. കുറച്ച് വീതി കുറഞ്ഞ വഴിയാണ്. ആഹാ, നമ്മളിവിടെ കുനിഞ്ഞ് വേണം പോകാനായിട്ട്. എന്നാ അവർ വരട്ടെ. കുനിഞ്ഞ് വേണം പോകാൻ. ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റുമോ? വെറുതെ ആവശ്യമില്ലാത്ത പണിയാണ്. വവ്വാല് കണ്ടോ, ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വരുമ്പോഴേ ഇവിടെ ഒരു ശിവലിംഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ശിവലിംഗമാണ്. അതുപോലെ കല്ലിരിപ്പുണ്ട്. പിന്നെ ഇതിന് അടിയിലേക്ക് ഗുഹ പോലാണ്. അതിനകത്ത് വവ്വാല കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വെള്ളമുണ്ട് ഇവിടെ, പക്ഷെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ അതുപോലെ ഹോള് നല്ല ഹോൾ അകത്തോട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ ഒരു
എയറിൻ്റെ സംവിധാനം വെച്ചിട്ടുണ്ട്. നമ്മളിനി തിരിച്ചു പോവാം. തിരിച്ചും വന്ന പോലെ തന്നെ നമ്മൾ കുനിഞ്ഞ് വേണം പോകാനായിട്ട്. അതാണ് ആകെയുള്ള വിഷയം. അയ്യോ, പുറയിടിച്ച്. ഇത് നമ്മൾ അടുത്ത പോകാത്ത ഭാഗമാണ്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇതുപോലെ തന്നെ നടക്കാനുള്ള പാസേജാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നടക്കാം. ചെറുതായിട്ടൊന്ന് കുനിയണമെന്നുള്ളൂ ചില ഭാഗത്ത്. ഇതർബി ആ എൻ്റെ ലേക്കാറാത്ത. അപ്പോൾ അവിടെ എന്താന്നാ പറഞ്ഞത്? എണ്ടില്ലാതെ എങ്ങനെ പോയല്ലേ? ഓരോ സ്ഥലത്ത് ഉണ്ടായില്ല, പിന്നെ തിരിച്ചു വിടുന്നത്. അങ്ങോട്ട് പോവാ. ഇവിടെ കുനിഞ്ഞു വേണം പോകാനായിട്ട്. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവർക്കൊന്നും കുഴപ്പമില്ല. ഇവിടെ നല്ല ചുവന്ന ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുമ്പോഴാണ് ഗുഹയുടെ ഫീലിംഗ് അറിയത്തുള്ളൂ, ഒരു പേടി വരത്തുള്ളൂ. ഇപ്പോൾ വെട്ടമുള്ളതാണ്, നമ്മൾ അത്രയ്ക്ക് അറിയുന്നില്ല. കറണ്ട് പോകുമ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് എവിടെയോ ചെന്ന് കയറുവാണ്. ഒരു ഓപ്പണിങ്ങിലേക്ക് വന്ന് അവർ വരുന്നുണ്ടോ? ഇവിടെ വരെയാണ്. ഇതാണ് ഇവിടുത്തെ ഡെഡ് എൻഡ്. ഇതാണ് മായാമന്ദിർ. ഇനി ഇവിടുന്ന് തിരിച്ചു പോവാണ്. അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്, ഭയങ്കര വേളം. അയ്യോ, കുനിഞ്ഞു പോകണം. നടു ഇവിടുത്തെ പാറകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ പാറകളത് ഇങ്ങനെ തൂങ്ങി ഒലിച്ച് നിൽക്കുന്ന പോലത്തെ ഫീലാണ് വരുന്നത്. വെള്ളം ഒലിച്ച് വന്ന് കട്ടയായ പോലത്തെ പാറകളാണ്. ഇവിടെ വന്ന് നടുക്ക് ഒരു പാറ, എൻ്റെ രണ്ട് സൈഡിൽ കൂടെ വഴി. നമ്മളിത് വഴി നേരെ വരുന്നു. ഇവിടെ ചെറിയൊരു ഹാള് പോലെ. ഒരു ഹാള് പോലെ വരുന്നുണ്ട്. കോട്ടിലങ്കലു. ഈ സ്ഥലത്തിൻ്റെ പേര് കോട്ടിലങ്കലു എന്നാണ്. മുമ്പേ താഴെ കണ്ട ശിവലിംഗത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ പേര് പാതാളഗംഗ എന്നാണ് കേട്ടോ. ശരിക്കും അതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ എത്തി. ഇവിടുന്ന് ഒരു വഴിയുണ്ട്, സ്റ്റെയർ കേസാണ്. പക്ഷെ അത് കംപ്ലൈൻ്റ് ആയ കാരണമാണ് കയറാൻ. എൻ്റെ പേര് പാതാളഗംഗ കേട്ടോ. അപ്പോൾ വന്ന വഴിയാണ് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക്. ഇത് കണ്ടോ, ഈ പാർക്ക് ചെറിയ ആനയുടെ മസ്തകത്തിൻ്റെ ഷേപ്പുണ്ട്. കാരണം എലിഫൻറ്റ് റോക്ക് എന്ന് പറഞ്ഞ് ഇത് പറയുന്ന ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആനയുടെ ചെറിയ ഷേപ്പില്ലേ, ആനയുടെ തുമ്പിക്കൈ പോലെ. ഇതാണ് നമ്മൾ വന്ന വഴി തിരിച്ചു പോകാൻ. അങ്ങനെ നമ്മൾ അതുവഴി ഒന്ന് തിരിച്ച് ആദ്യം വന്ന് ആ ഒരു ഹാളിലെത്തി. ഇനി ഇവിടുന്ന് റിട്ടേൺ പോവാം. ഇതാ തിരിച്ചു പോകാനുള്ള വഴി. ഇവിടെ നോക്കുമ്പോൾ വലിയൊരു ഹാളാകട്ടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര വിശാലമായ ഓപ്പണിങ്ങാണ്. ഇതുവഴി നമ്മൾ ശരിക്കും അങ്ങോട്ട് പോയത്. അപ്പോഴത്തേക്കും രണ്ടും രണ്ട് വ്യൂ അല്ലേ. ഇവിടെ നമ്മൾ പോകാത്തൊരു സ്ഥലമുണ്ട്. ഇത് അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെയുണ്ട് ചാലപ്പട്ടി റെഡ്ഡി ഹാൾ. ഇതിൻ്റെ പേര് ചാലപ്പട്ടി റെഡ്ഡി ഹാൾ എന്നാണ് കേട്ടോ. ഹാളിന് പേര് വരെയിട്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇതിവിടം വരെ ഉള്ളൂ. ഇവിടെ വരെ ഒന്ന് ബ്ലോക്കാവും. അങ്ങോട്ട് ഇരുട്ടാ. ചെറിയ ഗുഹ പോലെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഇരുട്ടാ, കയറാൻ പറ്റില്ല. തിരിച്ച് നമ്മൾ
ചാലപ്പെട്ടി റെഡ്ഡി ഹാളിലേക്ക് ഇറങ്ങും. അതുപോലെ ഈ ഹാളിൻ്റെ ഇവിടെ കണ്ടില്ല, ഇവിടെ ചെറിയ എന്തോ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ലൈറ്റ് കിടക്കുന്ന കാരണം കൊണ്ട് വ്യക്തമല്ല. അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇതിവിടെ വരെ ഉള്ളൂ. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ സംവിധാനം, പമ്പിങ് പരിപാടിയൊക്കെ നടക്കുന്നത്. ഇവിടെ വരെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇനി നമുക്ക് കയറി വന്ന വഴിയാണോ വലിയ തുള പോലെ കാണുന്നത്. ഇതുവഴി ഇറങ്ങിപ്പോണം. അങ്ങനെ നമ്മൾ ഓപ്പണിംഗ് സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. ആ എൻട്രി ഗേറ്റ് ഉണ്ടല്ലോ, വെട്ടമൊക്കെ ഉള്ള അവിടെ വന്ന്. ഇനിയിപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മൾ ആ കയറിയപ്പോൾ കണ്ട കിണർ പോലുള്ള സ്ഥലം. നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് വഴിയെ കയറുക. അമ്മമാരെല്ലാം തിരിച്ച് കയറി വന്നു. നമ്മൾ കയറി വന്ന വഴി ഇതാണ്. ബേലം കേവ്സ്. നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു വലിയൊരു ഗുഹ. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗുഹ എന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇതൊക്കെ നമ്മൾ കണ്ടില്ല പിന്നെ എന്ത് ലൈഫ്. കാരണം ഇങ്ങ് കിടക്കുക, നടന്ന് ഊപ്പാടും നടക്കുമല്ല ശരിക്കും. നമ്മൾ കുനിഞ്ഞും എഴഞ്ഞുമൊക്കെ പോകണം. അടിപൊളി സ്ഥലം. ഒത്തിരി സ്ഥലം കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. രാവിലെ 10 മണിക്ക് തുറക്കുന്നതാണ്. അപ്പോൾ മാക്സിമം 10 മണിക്ക് വരിക, മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാനത് എൻജോയ് ചെയ്തു. പൊളി സ്ഥലം.